ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നല്ലൊരു മുട്ടക്കറിയാണ് കേട്ടോ. എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ ഒരേ ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ ചില വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടക്കറിയാണിത്. അപ്പോൾ ആദ്യം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ചെറിയുള്ളിയും ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ഇത്തിരി പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം ചെറിയ അളവിൽ മതി. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആദ്യം ചതച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുക്കുക. ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ ഒന്നങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള നല്ല ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. സവാള അത്യാവശ്യം നന്നായിട്ട് തന്നെ അങ്ങ് വഴന്ന് വന്നോട്ടെ. ഇതുപോലെയൊക്കെ വഴന്ന് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്. മുളക് പൊടി വളരെ കുറഞ്ഞ അളവിൽ 1 ടീസ്പൂൺ മാത്രം മതി. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുക. ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് മീഡിയം സൈസുള്ള ഒരു തക്കാളി നല്ല ചെറുതായിട്ട് മുറിച്ചിട്ട് അതുകൂടെ ചേർത്തിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഈ ഒരു സമയത്തിന് ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. താല്പര്യം ഉണ്ടെങ്കിലും മതി, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മുട്ടക്കറിയായിട്ട് ചെയ്താലും മതിയാകും. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള കോഴിമുട്ട ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള കോഴിമുട്ട ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ചെറിയ തീയിൽ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പൊരിഞ്ഞ് ഫ്രൈ ആവുന്ന പോലെ ആയിക്കോളും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അതങ്ങനെ ചെറിയ തീയിലങ്ങ് വെച്ച് റെഡിയാക്കി എടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ തക്കാളിയൊക്കെ അത്യാവശ്യം വഴന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇട്ട് 1 കപ്പ് ടു 1.25 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, എരിവ് നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ എടുക്കുക കേട്ടോ. പിന്നെ ഒരു ഇത്തിരി കസൂരി മേത്തി 1 ടീസ്പൂൺ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഇതുപോലെ കയ്യിലിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കൂടുതൽ കിട്ടും. പിന്നെ ഒരു 1-2 ടേബിൾ സ്പൂൺ മല്ലിയില നല്ല ചെറുതായി മുറിച്ചതോടെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഒരു കോഴിമുട്ട ഗ്രേവിയിലേക്ക് ഇട്ടിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കുക. അതുപോലെ ഇങ്ങനെ തിളപ്പിക്കേണ്ട എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ആ ഒരു ഫ്രൈ ആക്കിയ ടേസ്റ്റ് തന്നെ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രേവി സെർവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മേലേക്ക് കോഴിമുട്ട വെച്ച് കൊടുത്താലും മതിയാവും കേട്ടോ. ഇതിപ്പോൾ കറി നോക്കുന്ന സമയത്ത് ഒരു ഇത്തിരി ലൂസായിരിക്കും, കാരണം തേങ്ങാപ്പാലൊക്കെ ചേർത്തുകൊണ്ട് തന്നെ. പക്ഷേ ഒരു 10-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല കറക്റ്റ് കുറുകിയ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടാവും. നല്ല ചൂടുള്ള അപ്പത്തിൻ്റെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലത്തെ ഗോതമ്പ് പൊറോട്ടയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ ഒരേ ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കും. ചെറിയ ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തിയാൽ നല്ലൊരു മുട്ടക്കറി ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. ഇനി എന്തായാലും എന്നത്തെ പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്